ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പേസ് ഗൈസ്. ഒരു പക്ഷേ ഞാൻ എടുത്തു വെച്ചിട്ട് ഏറ്റവും വൈകി പോസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ഇതായിരിക്കാം. കാരണം ഈ വീഡിയോ എടുത്തിട്ട് ഏതാണ്ട് 2 വർഷമാകുന്നു അപ്രോക്സിമേറ്റ്ലി. കാരണം ഞാൻ 2023 ജൂണിലെങ്ങാണ്ട് എടുത്ത വീഡിയോ ആണിത്. ആൻഡ് ദിസ് ഇസ് 2025. ഐ നോ ദാറ്റ് ഇറ്റ്സ് ബീൻ ടു ലേറ്റ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഞാൻ എന്താ ഇത്രയും കാലത്ത് പോസ്റ്റ് ചെയ്യാൻ. ഒന്നാമത്തെ കാര്യം, ഇത് എഡിറ്റ് ചെയ്യാനുള്ള ടൈം എനിക്ക് കിട്ടിയില്ല. ഞാൻ അതിനിടയ്ക്ക് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തെന്ന് എനിക്കറിയാം. പക്ഷേ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് കുറച്ചുകൂടെ ടൈമും ഡെഡിക്കേഷനും കൊടുക്കണമെന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് ഈ പള്ളി ഒരുപാട് സ്പെഷ്യലാണ്. ഞാൻ 4 ഇയേഴ്സ് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് ഞാൻ കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ള, കുറേ നല്ല സമയങ്ങൾ കുറച്ച് നല്ല എനിക്ക് വാല്യുബിളായ ആൾക്കാരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണിത്. സോ നിങ്ങൾക്കിത് കാണുമ്പോൾ ഒരു പള്ളിയായിരിക്കാം, പക്ഷേ എന്നെ സംബന്ധിച്ച് ദിസ് വാസ് വെയർ മൈ beautiful moments existed while I was in college. So let's get started. ഈ പള്ളിയുടെ ഹിസ്റ്ററിയും ജോഗ്രഫിയും പൊളിറ്റിക്സും ഒക്കെ പറയുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ പറയാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ പത്തനംതിട്ട വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ചുമ്മാ ഇതിനകത്തൊക്കെ ഒന്ന് കയറി നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജി ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഒരു മനോഹരമായ ഒരു എനർജിയാണ് ഈ പള്ളിയിലുള്ളത്. ഞാൻ കഴിഞ്ഞ 4 ഇയേഴ്സിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെൻ്ററി പ്ലഷറിനേക്കാൾ ഉപരി ഒരു നല്ല എനർജി ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഒരു ബുക്ക് വായിക്കാനാണെങ്കിലും ജസ്റ്റ് അവിടെ പോയി ചുമ്മാ ഇരിക്കാനാണെങ്കിലും ഫ്രണ്ട്സിനായിട്ട് വന്നിരിക്കാനാണെങ്കിലും നല്ല മനോഹരമായൊരു സ്പേസാണിത്. ഒന്നാമത്തെ കാര്യം. ചിലർ പറയും വർക്ക്ഷിപ്പ് പ്ലേസസ് എന്ന് പറയുന്ന സ്ഥലങ്ങൾ പോയി ഇരിക്കരുത്, അത് ശരിയാവില്ല എന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല. എനിക്കൊന്ന് വർക്ക്ഷിപ്പ് പ്ലേസസ് തന്നെയാണ് കുറേ നല്ല സംസാരങ്ങളും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റിയൊരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക്ഷിപ്പ് പ്ലേസസ് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി നമുക്ക് ഈ പള്ളിയുടെ ബേസിക് ആയിട്ടുള്ള ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് കടന്നാലോ. എന്തെങ്കിലും തെറ്റ് ഞാൻ വിളിച്ചു പറഞ്ഞാൽ കമൻറ്റ് സെക്ഷനിലൊന്ന് മെൻഷൻ ചെയ്തേക്കണേ. കാരണം എനിക്ക് വലുതായിട്ട് റിലീജിയസ് നോളജ് ഒന്നുമില്ല. അതുകൊണ്ട് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. മക്കംകുന്ന് പള്ളിയായി അറിയപ്പെടുന്ന പത്തനംതിട്ടയിലെ സെൻറ്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ തുമ്പമൺ ഭദ്രാസനത്തിലെ പ്രധാന ആരാധനകളിലൊന്നാണ്. ചരിത്രം: 1811 ആദ്യമായി കൺസ്ട്രക്ട് ചെയ്ത ഈ പള്ളി 1843 പുനർനിർമ്മിക്കപ്പെട്ടു. മധ്യ തിരുവിതാംകൂർ സുറിയാനി കൺവെൻഷൻ എന്നറിയപ്പെടുന്ന ഓർത്തഡോക്സ് സഭയുടെ ഏറ്റവും പഴയതും വലിയതുമായ കൺവെൻഷൻ ഈ പള്ളിയുടെ മൈതാനത്ത് എല്ലാ വർഷവും 3 ദിവസത്തെ ഉപവാസകാലം നടക്കുന്നു. 1918 ആരംഭിച്ച ഈ കൺവെൻഷൻ സഭയുടെ ആത്മീയ ഉണർവിൽ വലിയ സംഭാവന നൽകിയിട്ടുണ്ട്. ശില്പകല: ബെൻസെൻറ്റൈൻ ശൈലിയിലുള്ള ഈ കത്തീഡ്രൽ അതിൻ്റെ ആകർഷകമായ അകത്തളങ്ങളാൽ പ്രശസ്തമാണ്. മ്യൂറലുകൾ, അലങ്കാരങ്ങളുടെ മേൽക്കൂര, ശില്പങ്ങൾ എന്നിവ ആരാധനാലയത്തിൻ്റെ ഒരു പ്രത്യേക കലാസൗന്ദര്യത്തിൻ്റെ പ്രതീകമായി മാറ്റുന്നു. ശബ്ദ വ്യവസായ സ്ഥാപനത്തിനായി ആധുനിക ഓഡിയോ സിസ്റ്റങ്ങൾ ഉപയോഗിച്ച് ആരാധനാനുഭവം കൂടുതൽ ആത്മീയമാക്കാൻ ശ്രമിച്ചിരിക്കുന്നു. പത്തനംതിട്ട ജില്ലയിലെ മക്കംകുന്നിൽ സ്ഥിതി ചെയ്യുന്ന ഈ പള്ളി തുമ്പമൺ ഭദ്രാസനത്തിൻ്റെ സഹ കത്തീഡ്രലായി പ്രവർത്തിക്കുന്നു. പത്തനംതിട്ട നഗരത്തിൽ നിന്ന് എളുപ്പമായി എത്തിച്ചേരാവുന്ന ഈ പള്ളി തീർത്ഥാടകരുടെയും സഞ്ചാരികളുടെയും പ്രിയപ്പെട്ട കേന്ദ്രമാണ്. സെൻറ്റ് സ്റ്റീഫൻസ് കത്തീഡ്രൽ ആരാധന, ആത്മീയത, കലാസൗന്ദര്യം എന്നിവയുടെ സമന്വയമാണ്. ആത്മീയ ഉണർവിനും സാമൂഹിക ഐക്യത്തിനും ഈ പള്ളി വലിയ പങ്ക് വഹിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്കൊരു ഡീറ്റെയിൽഡ് ഐഡിയ ഈ പള്ളിയെ പറ്റി തന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വ്ളോഗിങ് എക്സ്പീരിയൻസസും അതേപോലുള്ള പ്ലേസസും കാണാൻ വേണ്ടി ജസ്റ്റ് സബ്സ്ക്രൈബ് സോ ദാറ്റ് യു ക്യാൻ സീ മോർ ഓഫ് ഇറ്റ്. സോ ബൈ.